വോട്ട് നോട്ട് എന്നുള്ള ആരോപണം വലിയ തോതിൽ ചർച്ചയാവുന്ന മണിക്കൂറുകൾ കൂടിയാണ്. സെഞ്ചുറി അടിച്ച് കേരളത്തിൽ തിരിച്ചു വരുന്ന മൂഡാണ് കേരളത്തിലെ ഗ്രൗണ്ടിലുള്ളത്. ഞാൻ ഇതിനു മുമ്പ് മാധ്യമങ്ങൾ പ്രചരണ സമയത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ പോലെ റിയൽ ഇലക്ഷൻ സ്റ്റോറി, ഗ്രൗണ്ട് സ്റ്റോറി എന്നുള്ളത് UDF 100% അനുകൂലമാണ്. ഈ പാലക്കാട്ട് ഇന്നത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. BJP പറയുന്നത് ഇപ്പോഴും അതൊരു നിഴൽ മാത്രമാണ്. അല്ല, BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം, എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവർ അത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു, പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അതെല്ലാം കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ, അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ഇപ്പോൾ PJ ജോസഫ് സംസാരിക്കുന്നു. എൻ്റെ തത്സമയം ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമായിരിക്കുമില്ല. ഐക്യജനാധിപത്യത്തിൻ്റെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. തുടരെ നല്ല ഭൂരിപക്ഷത്തിന് അബു ജോൺ ജോസഫ് ജയിക്കും. അരനൂറ്റാണ്ടിന് ശേഷം സാറ് മറ്റൊരു പേരിൽ, സാറിന്റെ പേരിൽ അല്ലാതെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയങ്ങളും ആശംസിക്കും. UDF നല്ല ഭൂരിപക്ഷത്തോടെ യഥാർത്ഥത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.